ഹായ് ഓൾ, എല്ലാവർക്കും ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജൂനിയർ ക്ലർക്കിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1059/2025 അതിൽ എന്താണ് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 2 പാർട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. ഓക്കെ, നമ്മൾ എന്താണ് ഈ പാർട്ട് കൊണ്ട് കാര്യങ്ങൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കേസിൽ 3 പാർട്ടോടെയാണ് നമ്മളിത് എന്താണ് പറയുക കോപ്പറേറ്റീവ് ലോ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അല്ലേ. നമുക്ക് നോക്കാം അല്ലെ, ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ. അപ്പൊ നമുക്കറിയാം, ഒരു പ്രൈമറി സംഘമാണെങ്കിൽ അത് സെൻട്രൽ സംഘത്തിലേക്കും, ഇനി ഒരു സെൻട്രൽ സംഘമാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അപ്പെക്സ് സംഘത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം അല്ലെ, അഫിലിയേറ്റ് ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, സെക്ഷൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് അല്ലേ. അവിടെ എന്തുണ്ട്, അവിടെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ. അപ്പൊ അതായത് ഇപ്പൊ ഒരു പ്രൈമറി സംഘമാണെന്ന് വിചാരിച്ചോളുക. ഒരു പ്രൈമറി സംഘം രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, അത് എന്താണ് സെൻട്രൽ സംഘത്തിലേക്ക്, ഓർക്കണം പ്രൈമറി ആണെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്ക്, ഇനി സെൻട്രൽ സംഘമാണെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്ക് എന്ത് ചെയ്യണം, അഫിലിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അഫിലിയേഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ, ഇപ്പൊ ഒരു പ്രൈമറി സംഘം ഒരു സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ ആ സെൻട്രൽ സംഘം അപേക്ഷ കിട്ടി എത്ര ദിവസം ആകുമ്പോൾ അതിന്മേലൊരു തീരുമാനം എടുക്കണം. ദാറ്റ് മീൻസ് അവർക്ക് കൊടുക്കണോ കൊടുക്കണ്ടയോ അല്ലേ, അവർക്ക് എന്താണ് അഫിലിയേഷൻ കൊടുക്കണോ അല്ലെങ്കിൽ അഫിലിയേഷൻ കൊടുക്കണ്ടയോ, യെസ് ഓർ നോ എന്നൊരു തീരുമാനം അല്ലെ, അത് എത്ര ദിവസമായിട്ട് കൈക്കൊള്ളണം. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദി ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ വിതിൻ, ഓപ്ഷൻ എയിൽ പറഞ്ഞു 45 ദിവസം, ഓപ്ഷൻ ബി പറഞ്ഞു 60 ദിവസം, ഓപ്ഷൻ സിയിൽ പറയുന്നത് 90 ദിവസം, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 2 മാസം. ഇപ്പൊ എത്ര നാളുകൾക്കാമായിട്ടാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത്, എത്ര നാളുകൾക്കാമായിട്ട് അവിടെ തീരുമാനം എടുക്കേണ്ടത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 45 ദിവസം അല്ലെ, എന്താണ് 45 ദിവസത്തിനാമായിട്ട് അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം കേട്ടോ. ഓക്കെ, അതായത് ഒരു അഫിലിയേഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ എന്ത് ചെയ്യണം, ആ സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സംഘം എന്ത് ചെയ്തിരിക്കണം, ഷാൽ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദി ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ വിതിൻ 45 ഡേയ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. സെക്ഷൻ 8A പറയുക. സെക്ഷൻ 8A അതുപോലെ ചട്ടം റൂള് 16E ഇതിനെക്കുറിച്ച് പറയുക. സെക്ഷൻ 8A റൂള് 16 ഇവിടെ പറയുന്നുണ്ട്, എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി or central cooperative society may within such a time and in such a manner as may be prescribed apply for affiliation to the concerned apex or central society as the case may be. അപ്പം ഒരു പ്രൈമറി സംഘമാണെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്കും, സെൻട്രൽ സംഘമാണെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്കും എന്ത് ചെയ്യണം, ആ അഫിലിയേഷൻ നേടിയിരിക്കണം എന്നാണ് പറയുക അല്ലേ. നമുക്ക് എന്താണ് ആ ഒരു പ്രൈമറി സംഘമാണെങ്കിൽ സെൻട്രലിലേക്കും, സെൻട്രൽ ആണെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്കും എന്താണ് അഫിലിയേഷൻ അപേക്ഷ നൽകണം എന്നാണ് പറയുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വന്ന ചോദ്യം. Where the apex or central society does not within 45 days from the date of receipt of the application for affiliation. അപ്പോൾ പറയുന്നത് 45 ദിവസമായിട്ട് അതിന്മേൽ തീരുമാനമെടുക്കണം, അതാണ് അർത്ഥമാക്കുക. ഇനിയും പറയാണ് 45 ദിവസമായിട്ട് അതിന്മേൽ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ where the apex society or central society does not within 45 days from the date of receipt of the application for affiliation, അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ ലഭിച്ച് 45 ദിവസമായിട്ടും അവർ അതിന്മേൽ തീരുമാനം എടുക്കുന്നില്ല. ദാറ്റ് മീൻസ് നിയമപ്രകാരം തീരുമാനം എടുക്കണം, 45 ദിവസമായിട്ട് തീരുമാനം എടുക്കണം. ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് അഫിലിയേഷൻ കൊടുക്കാതിരിക്കും. ഇവിടെ പറയാണ്, അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഡിറ്റർമൈൻ വെദർ സച്ച് അഫിലിയേഷൻ ഷുഡ് ബി ഗിവൺ ഓർ നോട്ട്, such affiliation shall be deemed to have been given to the applicant society from the date on which the set period of 45 days expires. 45 ദിവസമാകൊണ്ട് അതിന്മേൽ തീരുമാനം എടുക്കണം. ഇപ്പൊ ഞാനൊരു പ്രൈമറി സംഘമാണ്, ഞാനൊരു സെൻട്രൽ സംഘത്തിലേക്ക് അപേക്ഷ കൊടുത്തു അഫിലിയേറ്റ് ചെയ്യാൻ. 45 ദിവസമായിട്ടും അവർ അതിന്മേൽ തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ ടു ദ ആപ്ലിക്കന്റ് സൊസൈറ്റി. അതായത് 45 ദിവസമായിട്ട് തീരുമാനം എടുക്കണം, ഒന്നുകിൽ എന്താണ് അഫിലിയേഷൻ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കണം. ഇനി 45 ദിവസമായിട്ട് ഇവർ തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണ്, അവിടെ സബ്സെക്ഷൻ 3 പറയാണ്, when the apex or central society as the case may be reject an application for affiliation under subsection 1. ഇപ്പൊ സബ്സെക്ഷൻ 1 പ്രകാരം അവിടെ എന്താണ്, ആ അപേക്ഷ അഫിലിയേഷനുള്ള അപേക്ഷ അവിടെ നിരസിക്കുകയാണെങ്കിൽ
എന്താണ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ദ അഗ്രീവ്ഡ് സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ദ രജിസ്ട്രാർ against such rejection within 30 days from the date of receipt of the order of rejection, and the registrar shall dispose the appeal within 60 days from the date of appeal എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ റിജക്ട് ചെയ്യുകയാണ്. അതായത് മനസ്സിലാക്കണം, 45 ദിവസമായിട്ട് ഒന്നെങ്കിൽ അത് അതിന്മേൽ തീരുമാനം എടുക്കണം, ഒന്നുകിൽ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കണം. ഇനി 45 ദിവസമായിട്ട് ഒരു തീരുമാനം കൊടുക്കുന്നുമില്ല, കൊടുക്കാതിരിക്കുന്നുമില്ല, ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടും. ഇനി 45 ദിവസമായിട്ട് റിജക്ട് ചെയ്യുന്ന വിജയ് ഒരു റിജക്ട് ചെയ്തു, അതായത് എന്താണ് അപേക്ഷ അഫിലിയേഷൻ നൽകുന്നില്ല, റിജക്ട് ചെയ്തു, നിരസിച്ചു. അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ ആ സംഘത്തിന്, അതായത് ഇപ്പം ABC എന്ന് പറയുന്ന ഒരു പ്രൈമറി സംഘമാണ് സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷൻ കൊടുത്തത്. എന്നാൽ എന്താണ് ആ സെൻട്രൽ സംഘം അവിടെ അഫിലിയേഷൻ കൊടുക്കുന്നില്ല, അത് റിജക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ABC സംഘത്തിന് എന്ത് ചെയ്യാം? ABC സംഘത്തിന് ഒരു അപ്പീൽ നൽകാം, രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാമെന്ന് ഓർത്തു വെച്ചു കേട്ടോ. ഫയൽ ആൻ അപ്പീൽ ബിഫോർ ദ രജിസ്ട്രാർ അഗൈൻസ്റ്റ് സച്ച് റിജക്ഷൻ. ആ റിജക്ഷനെതിരെ രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ സമർപ്പിക്കാം. എത്ര ദിവസമായിട്ട്? 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് റിജക്ഷൻ. റിജക്ഷൻ ഓർഡർ ലഭിച്ച് 30 ദിവസമായിട്ട് എന്ത് ചെയ്യാം? രജിസ്ട്രാറിന്റെ മുൻപാകെ ഈ അഗ്രീവ്ഡ് സൊസൈറ്റിക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഒരു അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അപ്പീൽ രജിസ്ട്രാറിന്റെ മുൻപാകെ ലഭിച്ചു കഴിഞ്ഞാൽ, ആ അപ്പീൽ ലഭിച്ച് 60 ദിവസമായിട്ട് രജിസ്ട്രാർ എന്ത് ചെയ്തിരിക്കണം? ആ അപ്പീൽ ഡിസ്പോസ് ഓഫ് ചെയ്യണം, അതിന്മേൽ തീരുമാനം എടുപ്പിക്കണം. അത്രയേ ഉള്ളൂ അർത്ഥമാക്കുക. ഇപ്പൊ 45 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. അങ്ങനെ 45 ദിവസമായിട്ട് തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കണം. തീരുമാനം എടുക്കുന്നില്ല, കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇനി റിജക്ട് ചെയ്യുകയാണെങ്കിൽ 30 ദിവസമായിട്ട് ആ സംഘത്തിന് എന്ത് ചെയ്യാം? ആ രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ രജിസ്ട്രാറിന് മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്താൽ രജിസ്ട്രാർ 60 ദിവസമായിട്ട് അതിന്മേൽ തീരുമാനം എടുക്കണം. ക്ലിയർ ആയില്ലേ? ഇതാണ് അവിടെ പറയുന്നത്. ഇനി ഒന്നുകൂടെ എന്താണ് സബ്സെക്ഷൻ 4 പറയുന്നത്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ഓർ റൂൾ മെയ്ഡ് ദ അണ്ടർ ഓർ ബൈലോ ഓഫ് എ RCMPU. അതായത് ഈ ആക്ടിലോ റൂളിലോ ബൈലോയിലോ ഒക്കെ എന്ത് തന്നെ പറഞ്ഞാലും എന്താ പറയുക, ദ ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവിംഗ് റെഗുലർ ഇലക്ടഡ് മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് മിൽക്ക് പ്രൊക്യൂർമെന്റ് ആൻഡ് സെയിൽസ് വിതിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ RCMPU ഷാൾ ബി അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് ഓഫ് ദി RCMPU എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇലക്ടഡ് മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. പിന്നെന്താണ്, അവർ മിൽക്ക് പ്രൊക്യൂർ ചെയ്യുക, അതായത് മിൽക്ക് പാല് ശേഖരിക്കുകയും ആ പ്രവർത്തന പരിധി തന്നെ എന്താണ് പാല് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് RCMPU ഇവരെ മെമ്പറായിട്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേട്ടോ, RCMPU ഈ ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് മെമ്പറായിട്ട് കണക്കാക്കപ്പെടും, അഡ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചോദിക്കില്ല. പക്ഷേ സബ്സെക്ഷൻ 4 പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്തതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഷാൾ ബി, ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ 45 ആണ് കേട്ടോ. 45 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 98ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഷാൾ ബി ദ അതോറിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ അമെൻമെന്റ് ഓഫ് ബൈലോ. ഒരു സംഘത്തിന്റെ ബൈലോ അമെൻമെന്റിൽ എന്താണ് ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇതൊക്കെ അതോറിറ്റീസ് ആണ്. ഓപ്ഷൻ എ പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി. ഓപ്ഷൻ ബി പറഞ്ഞു ജനറൽ ബോഡി ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ സി പറഞ്ഞു പ്രസിഡന്റ് ആൻഡ് രജിസ്ട്രാർ. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞു ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. ഇത് മനസ്സിലാക്കണം, കാരണം ബൈലോ ഉപനിബന്ധന, ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഉപനിബന്ധനയാണ് ബൈലോ. ബൈലോയെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് അതിന്റെ ആൻസർ പറഞ്ഞു പോകുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ബൈലോയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ ബൈലോ എന്താണ്, അല്ലെ, ബൈലോ അമെൻമെന്റ് പ്രൊസീജിയർ എന്താണ് മോഡൽ ബൈലോ, അല്ലെ, എന്താണ് ഡ്രാഫ്റ്റ് ബൈലോ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മോഡൽ ബൈലോ എന്താണ്, ഡ്രാഫ്റ്റ് ബൈലോ എന്താണ്, പിന്നെ അതിന്റെ നിയമങ്ങളെ കുറിച്ച് ചട്ടങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പൊ ഇത്ര ഓർത്ത് വെച്ചേക്കുക. അമെൻമെന്റ് ഓഫ് ബൈലോയിൽ ഉൾപ്പെടുന്ന അതോറിറ്റീസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. എന്താണ് ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ ആണ്. ആരാണ് ജനറൽ ബോഡി? പൊതുയോഗവും രജിസ്ട്രാർ. പൊതുയോഗത്തിലാണ് നമ്മൾ പ്രമേയം പാസ്സാക്കി രജിസ്ട്രാറിനെ കൊണ്ട് എന്ത് ചെയ്യും, അത് നമുക്ക് എന്ത് ചെയ്യും, രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് എങ്കിൽ മാത്രമേ ആ ബൈലോ അമെൻമെന്റ് എന്താണ് വാല്യൂ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് വെച്ച് ഞാൻ പഠിപ്പിക്കും കേട്ടോ. നിങ്ങൾക്ക് പേടിക്കണ്ട. ആ ബൈലോയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മളിവിടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഡാഷ് ഷാൾ ക്ലാസിഫൈ ദ സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ്, അല്ലേ. ഡാഷ് ഷാൾ ക്ലാസിഫൈ ദ സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ്. ആരാടെ? ടൈപ്പിനനുസൃതമായിട്ട് സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണ്? അക്കോർഡിംഗ് ടു ടൈപ്പ്, പിന്നെ അക്കോർഡിംഗ് ടു എന്താണ് പറയുക, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ, ഇതൊക്കെ പ്രകാരം കേരളത്തിലെ സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന ആരാണ്? അപ്പൊ അതിന് മനസ്സിലാക്കണം, കേരളത്തില് സഹകരണ സംഘങ്ങളെ
3 പേരാണ് ക്ലാസിഫൈ ചെയ്യുക, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തെ ആരാണ്? രജിസ്ട്രാർ ആണ് അല്ലെ. ആദ്യത്തെ ആണെന്ന് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ എന്നാണ് റൂള് 15 പ്രകാരം കേട്ടോ. രജിസ്ട്രാർ റൂള് 15 പ്രകാരം കേരളത്തിലെ സംഘങ്ങളെ എത്രയായിട്ട് തരംതിരിക്കും? ഇവിടെ 13 തരംതിരിക്കും. റൂള് 15 പ്രകാരം 13 തരംതിരിക്കും അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ അല്ലെ. പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ, ബൈലോയിലെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് പ്രകാരം രജിസ്ട്രാർ കേരളത്തിലെ സംഘങ്ങളെ 13 തരംതിരിക്കും. റൂള് 15 പ്രകാരമാണ്. അപ്പൊ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഗവൺമെന്റ് ആണ് അല്ലെ. അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഡാഷ് ക്ലാസ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ് എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ആണ് കേട്ടോ. ആരാണ് ആൻസർ വരിക? എന്താണ് ആൻസർ വരിക? ആ ഗവൺമെന്റ് ആണ് ആൻസർ. ഗവൺമെന്റ് ആണ് ഇവിടെ ആൻസർ വരിക എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ. അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി അല്ലെ. അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ. ഇത് നല്ലൊരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരിക? അതായത് ഒരു പുതിയ കമ്മിറ്റിയെ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്താണ്? ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദ്യം. അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി or administrator is done as per section dash of KCS Act. ഓപ്ഷൻ എയിൽ പറഞ്ഞു സെക്ഷൻ 23, ഓപ്ഷൻ ബി പറഞ്ഞു സെക്ഷൻ 33, ഓപ്ഷൻ സിയിൽ പറഞ്ഞു സെക്ഷൻ 41 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു സെക്ഷൻ 38. ഏതാണ് ആൻസർ? അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ, പുതിയ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ഏത് സെക്ഷൻ പ്രകാരമാണ്? നമുക്കറിയാം രജിസ്ട്രാറിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളിൽ ഒന്നാണ് സൂപ്പർ സെഷൻ എന്ന് പറയുന്നത് അല്ലെ. കാരണം പറഞ്ഞു വിടുക കാര്യം. ചില സെക്ഷൻ 32 പ്രകാരമുള്ള സൂപ്പർ സെഷൻ, ഇനി പറയുന്നുണ്ട് 65 പ്രകാരമുള്ള ഇൻക്വയറി, എന്താണ് വൈൻഡിങ് അപ്പ്. ഇതൊക്കെ രജിസ്ട്രാറിന്റെ മാത്രമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട അധികാരങ്ങളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെക്ഷൻ 32 പ്രകാരം അല്ലെ. ആ സെക്ഷൻ 32 പ്രകാരം ഒരു കമ്മിറ്റിയെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റെയിൽമേറ്റ്, ഭരണപരമായിട്ടുള്ള സ്റ്റെയിൽമേറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി സെക്ഷൻ 33 ആൻസർ വരിക കേട്ടോ. സെക്ഷൻ 33 പ്രകാരമാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ വരുന്നത് എന്ന് ഓർത്ത് വെച്ച്. അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. സെക്ഷൻ 33 ഓർത്ത് വെക്കണം കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. കാരണം കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ആ ഒരു പ്രധാനപ്പെട്ട മാനേജ്മെന്റ്, സംഘത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുക. ഇതും നല്ലൊരു ചോദ്യമാണ്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റൻ ആണ്. ഇഫ് എ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് ഇറ്റ് ഷാൾ ബി റിവ്യൂഡ് ഇൻ ദ മീറ്റിംഗ് ഓഫ്. ഓപ്ഷൻ എയിൽ പറയുന്നു ഓഡിറ്റർ, ഓപ്ഷൻ ബി പറയുന്നു രജിസ്ട്രാർ, ഓപ്ഷൻ സി പറയുന്നു ജനറൽ ബോഡി, ഓപ്ഷൻ ഡിയിൽ പറയുന്നു മാനേജിംഗ് കമ്മിറ്റി. അതായത് ഒരു സംഘം നഷ്ടത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇഫ് എ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ്, ഒരു സംഘം നഷ്ടത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എവിടെ നമ്മൾ റിവ്യൂ ചെയ്യണം, എവിടെ ഡിസ്കസ് ചെയ്യണം എന്നാണ് പറയുക. ഓഡിറ്റേഴ്സിന്റെ ഇടയിലാണോ, ഓഡിറ്ററുമായിട്ടുള്ള മീറ്റിംഗിലാണോ, അല്ലെങ്കിൽ രജിസ്ട്രാറുമായിട്ടുള്ള മീറ്റിംഗിലാണോ, ജനറൽ ബോഡിയിലുള്ള മീറ്റിംഗിലാണോ, അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലാണോ? എവിടെയാണ് ആൻസർ വരിക? ഇത് എല്ലാവർക്കും അറിയാം അല്ലേ. ദാരിദ്ര്യത്തിലാണ് ജനറൽ ബോഡിയിലാണ്. നമ്മൾ പൊതുയോഗത്തിൽ പറയണം നമ്മുടെ സംഘം ഇത്രത്തോളം നഷ്ടത്തിലാണ് അല്ലേ, ഇത്രയാണ് നഷ്ടത്തിലാണ്, അപ്പൊ നമുക്ക് ആ നഷ്ടം കുറയ്ക്കാൻ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നൊക്കെ എന്താണ് പൊതുയോഗത്തിൽ പറയണം. അത് വളരെ പ്രധാനപ്പെട്ട മനസ്സിലാകണം കേട്ടോ. എന്തെങ്കിലും ലോസ് ആണ് സംഘം വർക്ക് ചെയ്യുന്നെങ്കിൽ അത് സംഘത്തിന്റെ ഫൈനൽ അതോറിറ്റി എന്നറിയപ്പെടുന്ന ജനറൽ ബോഡിയിൽ ഡിസ്കസ് ചെയ്യണം, റിവ്യൂ ചെയ്യണമെന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ ഇവിടെ. ഓക്കെ, ഇനി ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം, രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ എന്തുകൊണ്ട് മേ സമൺ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. അപ്പം രജിസ്ട്രാറിനോ രജിസ്ട്രാർ ഇതിനു വേണ്ടി അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സംഘത്തിലെ കമ്മിറ്റിയെ ഒരു സംഘത്തിന്റെ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ പറ്റും. അത് ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ ഓപ്ഷൻ എ പറഞ്ഞു സെക്ഷൻ 28, ഓപ്ഷൻ ബി പറഞ്ഞു സെക്ഷൻ 29(2), ഓപ്ഷൻ സിയിൽ പറയുന്നു റൂള് 34A, ഓപ്ഷൻ ഡിയിൽ പറയുന്നു എന്താണ് സെക്ഷൻ 30 സബ്സെക്ഷൻ 4. ഏതാണ് ആൻസർ വരിക? വളരെ പ്രധാനപ്പെട്ടാണ്. സെക്ഷൻ 30 സബ്സെക്ഷൻ 4 അല്ലേ. ഏതാ ആൻസർ വരിക? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എവിടെയാണ് ആൻസർ വരിക? സെക്ഷൻ 30 സബ്സെക്ഷൻ 4 ആണ് അല്ലെ. സെക്ഷൻ 30 സബ്സെക്ഷൻ 4 ആണ്. എന്താണ് സെക്ഷൻ 30 പറയുന്നത്? അത് മീൻസ് സെക്ഷൻ 30 എന്താണ്? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. സെക്ഷൻ 30 എന്ന് പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് വിശേഷാൽ പൊതുയോഗം.
ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്മിറ്റി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കും. ഏതൊരു സമയത്ത് വേണമെങ്കിലും കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കാം. നിങ്ങൾ രജിസ്ട്രാർ അവിടെ റിട്ടേൺ റിക്വസ്റ്റ് നൽകുകയോ അല്ലെങ്കിൽ സംഘത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 1/5 കുറയാത്ത ആൾക്കാർ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മിറ്റി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ പ്രാതിനിധ്യ പൊതുയോഗം വിളിച്ച് ചേർക്കണം എന്നൊക്കെയാണ് നമ്മുടെ നിയമത്തിൽ പറയുക. അപ്പൊ സെക്ഷൻ 30 സബ്സെക്ഷൻ 4 പറയുന്നത് ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് മേ സമൺ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 30 സബ്സെക്ഷൻ 4. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്, നോക്കാം അല്ലെ. എന്താണ് അവിടെ പറയുന്നത് നോക്കിയേ. സെക്ഷൻ 30 സബ്സെക്ഷൻ 4 പറയാണ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോ ഓഫ് എ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞാലും അതിലർത്ഥം വെക്കുക അല്ല, അതിന്റെ പ്രയോഗം അതല്ലേ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോ ഓഫ് എ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ എന്താ പറയുക ഉപനിബന്ധന ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞാലും ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്, രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ അറ്റ് എനി ടൈം സമൺ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. ഏതൊരു സമയത്ത് വേണമെങ്കിലും രജിസ്ട്രാറിനോ അല്ലെങ്കിൽ രജിസ്ട്രാറിന് ഇതിനു വേണ്ടി ഓതറൈസ് ചെയ്യുന്ന അധികാരപ്പെടുത്തിയ വ്യക്തിക്ക് ഒരു സംഘത്തിന്റെ കമ്മിറ്റി മീറ്റിംഗ് ഏതൊരു സമയത്തും വിളിച്ചു ചേർക്കാം അല്ലെ. അറ്റ് എനി ടൈം സമ്മൺ എ മീറ്റിംഗ് ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി and that meeting shall be deemed to be a meeting called in accordance with the bylaw of the society. അങ്ങനെ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ വിളിച്ചു ചേർക്കുന്ന ആ ഒരു കമ്മിറ്റി മീറ്റിംഗ് അത് ബൈലോ പ്രകാരം വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റി മീറ്റിംഗിന് അതേ അധികാരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതാ പറയാ ഷാൾ ബി എന്താണ് പറയാ, ഷാൾ ബി ഡീംഡ് ടു ബി എ മീറ്റിംഗ് കോൾഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി. സംഘത്തിന്റെ ഉപനിബന്ധന പ്രകാരം നമ്മൾ വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റി മീറ്റിംഗ് എങ്ങനെയാണോ അതുപോലെ തന്നെ അത്രത്തോളം അധികാരം തന്നെ എന്തുണ്ട് ഈ കമ്മിറ്റിക്കും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ പറഞ്ഞത് ആൻ ഷാൾ ഹാവ് പവർ ടു ട്രാൻസാക്ട് ഓൾ ബിസിനസ് വിച്ച് ക്യാൻ ബി ട്രാൻസാക്ട് അറ്റ് എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി അണ്ടർ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ ബൈലോ പ്രകാരം നമ്മൾ എന്താണ് ഒരു കമ്മിറ്റി വിളിച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ. ട്രാൻസാക്ട് ഓൾ ബിസിനസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബൈലോ പ്രകാരം നമുക്ക് ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പം രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്ത വ്യക്തിയെ വിളിച്ചു ചേർക്കുന്ന ബൈലോയ്ക്ക് കമ്മിറ്റിക്ക് എന്താണ് മറ്റ് സാധാരണ ബൈലോ പ്രകാരം കമ്മിറ്റിക്കാർ വിളിച്ചു ചേർക്കുന്ന ബൈലോയുടെ അത്രയും കമ്മിറ്റിക്കാർ വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റിയുടെ അത്ര അധികാരമില്ലെന്ന് പറയാൻ പറ്റില്ല. സാധാരണ വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ അധികാരം എന്താണ് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്ത വ്യക്തിയോ വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ആൻഡ് സച്ച് അതർ ബിസിനസ് ആസ് ഈ സ്പെഷ്യലി മെൻഷൻ ഇൻ ദ റിക്വസിഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഓതറൈസ്ഡ്. അത് മാത്രമല്ല സാധാരണ നമ്മൾ കമ്മിറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അതിനുള്ള അധികാരമുണ്ട്. പിന്നെ രജിസ്ട്രാർ എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം അവിടെ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മനസ്സിലാക്കി വെച്ചു. അപ്പൊ രജിസ്ട്രാറിനോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ ഏതൊരു സമയത്തും സംഘത്തിന്റെ കമ്മിറ്റി വിളിച്ചു ചേർക്കാം. അത് സാധാരണ ബൈലോ പ്രകാരം വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. സാധാരണ ബൈലോ പ്രകാരം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചർച്ച ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ഉപരിയായിട്ട് രജിസ്ട്രാർ എന്തെങ്കിലും കാര്യം അവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ചർച്ച ചെയ്യണം കേട്ടോ. അതാണ് സെക്ഷൻ 30 സബ്സെക്ഷൻ 4 ഈ കാര്യങ്ങൾ പറയുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചട്ടത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, റൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Dan shall direct the society to maintain such and such books from time to time. അതായത് സമയാസമയങ്ങളിൽ സംഘത്തിൽ ബുക്കുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഓഡിറ്റർ, ഓപ്ഷൻ സി DCA, ഓപ്ഷൻ ഡി മാനേജിംഗ് കമ്മിറ്റി. ആർക്കാണ് ഷാൾ ഹാവ് ഡയറക്ട് ദ സൊസൈറ്റി, സംഘത്തിന് നിർദ്ദേശം നൽകാൻ അല്ലെ ഡയറക്ഷൻ നൽകാനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാറിനാണ് അല്ലെ. അത് ഓർത്ത് വെച്ചേക്കുക. കാരണം സമയങ്ങളിൽ ബുക്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം, സമയത്ത് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകാനുള്ള അധികാരം രജിസ്ട്രാറിനാണ് കേട്ടോ. നമ്മൾ പഠിക്കണം റൂൾ 29, 30, 31. റൂൾ 29 ഏതൊക്കെ ബുക്സുകളാണെന്ന് പറയുന്നു. റൂൾ 30 എന്താണ് അതെല്ലാം അപ് ടു ഡേറ്റ് ആക്കണമെന്ന് പറയുന്നു. ഇനി റൂൾ 31 പറയുന്നത് എന്താണ് ഓരോ ബുക്കുകളും എത്ര കാലാവധി എത്ര നാളത്തോളം സൂക്ഷിക്കണം, പീരിയഡ് ആണ് അല്ലെ, എത്ര നാളത്തേക്കാണ് ഓരോ ബുക്കുകളും സൂക്ഷിക്കണമെന്ന് റൂൾ 31 പറയുന്നുണ്ട്. അപ്പോൾ ആ റൂളുകൾ 29, 30, 31 ഒന്ന് പഠിച്ചിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ പോകാൻ. അടുത്ത നല്ല ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് എ കമ്മിറ്റി വിൽഫുള്ളി ഡിസൊബേസ് ദ ലോഫുൾ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ, അതായത് ഒരു സംഘം രജിസ്ട്രാറിന്റെ നിയമപരമായിട്ടുള്ള ഉത്തരവുകൾ മനഃപൂർവ്വം ഡിസൊബേ ചെയ്യുകയാണ്, മനഃപൂർവ്വം അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ അത് എന്തിന്റെ കാരണമാകാം? ഓപ്ഷൻ എ സൂപ്പർ സെഷൻ, ഓപ്ഷൻ ബി സർചാർജ്,
ഓപ്ഷൻ സി ഇൻക്വയറി, ഓപ്ഷൻ ഡി ഇൻസ്പെക്ഷൻ. സൂപ്പർസെഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയെ പിരിച്ചുവിടുക. അതിന് സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടോത്തരവാദിത്തം എന്ന് പറയുക. ഒരാളുടെ പ്രവർത്തനം മൂലം സംഘത്തിന് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം എന്താണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈടാക്കാൻ വേണ്ടി രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ് സർചാർജ് ഓർഡർ. ഇനി ഓപ്ഷൻ സി ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ പരിശോധന, ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെ, സെക്ഷൻ 65. പിന്നെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ബുക്കുകളുടെ പരിശോധനയാണ്. ഇപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? സംശയം വേണ്ടതാണ്. സെക്ഷൻ 32 പ്രകാരമുള്ള സൂപ്പർ സെഷൻ ആയിരിക്കും അല്ലെ. സെക്ഷൻ 32 പ്രകാരമുള്ള സൂപ്പർ സെഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്താണ് എമംഗ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള among the board of directors of the Kerala State Cooperative Bank, dash members shall be elected by class A members of the Kerala State Cooperative Bank. അല്ലേ, ബൈ ക്ലാസ് എ, അല്ലെ ക്ലാസ് മെമ്പേഴ്സ് എലക്ട് ചെയ്ത് വരുന്ന ആരാന്ന് ചോദിച്ചാൽ എത്ര പേരാണ്? ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 15. ഒരു സംശയം വേണ്ട, 15 ആണ്. 15 അല്ലേ? കാരണം 14 സാധാരണ പിന്നെ നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രതിനിധികളെ കൂട്ടി 15 ആണ്. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഡീറ്റെയിൽസ് ഓഫ് ന്യൂലി ഇലക്ടഡ് കമ്മിറ്റി, അല്ലെ, പുതിയതായിട്ട് എലക്ട് ചെയ്ത കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ, ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ ദ ഡാഷ് ഓഫ് ദ സൊസൈറ്റി വിതിൻ എ വീക്ക് ഓഫ് ദയർ ടേക്കിംഗ് ചാർജ്. അതായത് ഒരു കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം ആ കമ്മിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അല്ലെ, അത് രജിസ്ട്രാറിനും ഫിനാൻസിംഗ് ബാങ്കിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, രജിസ്ട്രാറിനും ഫിനാൻസിംഗ് ബാങ്ക് ധനസഹായ ബാങ്കിനും NCC സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ആരാണ് അയച്ചു കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ സെക്രട്ടറി, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി പ്രിസൈഡിംഗ് ഓഫീസർ, ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ. ഇപ്പൊ ആരാണ് ഇവിടെ ആൻസർ വരിക? ആരാ ആൻസർ? പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് അല്ലേ? എവിടെയാ പറയുക? ആ റൂള് 38 സബ് റൂള് 2 റൂള് 38 സബ് റൂൾ 2 പറയാണ്, ആസ് പെർ റൂൾ 38 സബ് റൂൾ 2 എ റിപ്പോർട്ട് ഷോവിംഗ് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അല്ലെ, ആ ചാർജ് എടുത്തിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളുടെ പേരും അഡ്രസ്സുകളും, പിന്നെ എന്താണ്, ആൻഡ് ഡേറ്റ് ഓൺ വിച്ച് ദേ ടുക്ക് ചാർജ്, അവർ ഏത് ദിവസമാണ് ചാർജ് എടുത്തത്. ഇതൊക്കെ ആരയച്ചു കൊടുക്കണം? ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ, ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ ദ പ്രസിഡന്റ് ഓഫ് സൊസൈറ്റി വിതിൻ എ വീക്ക് ഓഫ് ദർ ടേക്കിംഗ് ചാർജ്. അപ്പോൾ എന്താണ്, അധികാരമേറ്റ് അല്ലെ ചാർജ് ഏറ്റ് ഒരാഴ്ചയായിട്ട് കമ്മിറ്റിക്കാരുടെ പേര്, അഡ്രസ്സ്, അവരെന്നാണ് ചാർജ് എടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് രജിസ്ട്രാറിന്റെ മുൻപാകെ സംഘത്തിന്റെ പ്രസിഡന്റ് നൽകിയിരിക്കണം അല്ലേ. എന്താണ് ആ കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? സെൻഡ് ചെയ്യണം എന്നാണ് പറയുക കേട്ടോ. രജിസ്ട്രാറിന് മുൻപാകെ നൽകുന്നത് പ്രസിഡന്റ് ആണ്. എല്ലാവരും ഓർക്കും ഇലക്ടറൽ ഓഫീസറാണോ റിട്ടേണിംഗ് ഓഫീസറാണോ എന്നൊക്കെ ഓർക്കും. അവരൊന്നുമല്ല, ആരാണ്? സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. സംഘത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ഓർത്ത് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൂൾ 181 ഓഫ് കേസസ് റൂൾ അല്ലെ. ചട്ടങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യം, റൂളിൽ നിന്ന് 1-2-3-4 ചോദ്യം ചോദിച്ചു, കുഴപ്പമില്ല, അത് ബേസിക് ചോദ്യങ്ങളാണ് ചോദിച്ചത്. റൂൾ 181 ഓഫ് കേസസ് റൂൾ റെഫർ ടു ഓപ്ഷൻ എ ഡിസിപ്ലിനറി ആക്ഷൻ, ഒരിക്കലുമല്ല, റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ. ഓപ്ഷൻ ബി ലെവി ഓഫ് ഓഡിറ്റ് ഫീ, അല്ല 65 വരിക. പിന്നെയാണ് ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്, ഓപ്ഷൻ ഡി പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾ അല്ലേ. അതായത് റൂളിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇതിലെ ചട്ടങ്ങളിൽ നിന്ന് ഒരു സംഘത്തിനെ, അതായത് നമുക്ക് എത്ര ചട്ടങ്ങളുണ്ട്, എത്ര റൂളുണ്ട്? 110 സെക്ഷൻ ഉണ്ട്, 201 റൂളുണ്ട് അല്ലേ. ഇപ്പൊ ഈ 201 റൂളിൽ നിന്നും സംഘത്തിനെ, അതായത് ടോട്ടൽ റൂളുകളിൽ നിന്ന് നമ്മുടെ റൂളുകളിൽ നിന്ന്, ചട്ടങ്ങളിൽ നിന്ന് സംഘത്തിനെ എക്സംപ്റ്റ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് സംബന്ധിച്ച റൂൾ ഏതാണ്? ആ റൂളാണ് 181. അതിനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അതിനുള്ള അധികാരം അത് പഠിച്ചോളൂ, ഗവൺമെന്റിനാണ് അല്ലേ. പറയുന്നുണ്ട് ദ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ, ഗവൺമെന്റിന് ഒരു പൊതു ഉത്തരവിലൂടെയോ ഒരു പ്രത്യേക ഉത്തരവിലൂടെയോ അതിന് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് അദ്ദേഹം ഫിറ്റ് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് കാര്യങ്ങൾ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെന്റിന് ഒരു പൊതുവായ ഉത്തരവിലൂടെ, ഒരു പ്രത്യേക ഉത്തരവിലൂടെ എന്ത് ചെയ്യാം? എക്സെപ്റ്റ് എനി രജിസ്റ്റേർഡ് സൊസൈറ്റി ഓർ ക്ലാസ് ഓഫ് സച്ച് സൊസൈറ്റി ഫ്രം എനി ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് റൂൾ and may direct that such provision shall apply to such society or class of society with such modification as may be specified in the order. ഒന്നുമില്ല, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. സംഘത്തിന് എന്ത് ചെയ്യാം? അതായത് ഏതൊരു സംഘത്തിനെയും ഈ ചട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ് എന്ന് പറയുന്നത് റൂൾ 181 എവിടെയാണ്? റൂള് 181 എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓർത്തുള്ളൂ, എന്തുകൊണ്ടാണ് അവർ ആ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണ്. നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ് അല്ലേ, ആ ഒരു ഏരിയ അല്ലേ, ആ ഒരു ഫണ്ടിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. പറയാം, ഇഫ് എ സൊസൈറ്റി അക്സെപ്റ്റ് ഇൻ ഡെപ്പോസിറ്റ് ഷാൽ നോട്ട് എൻറോൾ ടു ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം
The registrar shall restrain that society from accepting deposit. Any violation of such order shall be liable to a fine of rupees. Option A പറയുന്നു 1000, ഓപ്ഷൻ ബി പറയുന്നു 3000, ഓപ്ഷൻ സി പറയുന്നു 5000 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 10,000. നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അവരവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. ഇതാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. സെക്ഷൻ 57B പറയുന്ന കാര്യമാണ്. സാധാരണ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, പണ്ട് ഇപ്പോഴല്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2019-20 കാലഘട്ടത്തിലൊക്കെ ജസ്റ്റ് ഈ ഹെഡിങ് മാത്രം പഠിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരിക്കലും ഹെഡിങ് കൊണ്ട് മാത്രം കാര്യമില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം ഗവൺമെന്റ് ആണ് സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഫ്രെയിം ചെയ്യുന്നത്. സെക്ഷൻ 57B പ്രകാരം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു സംഘത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ അംഗമാണ്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമായെങ്കിൽ മാത്രമേ സംഘത്തിന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഘം നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചാൽ അവിടെ എത്ര രൂപ ഫൈൻ ആവും എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. ഒരു സംഘം നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ, ഗവൺമെന്റിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ അംഗമാണെങ്കിൽ മാത്രമേ പൊതുജനങ്ങളിൽ നിന്നും അവർക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കുക. എന്നാൽ ഇതിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമല്ലാതെ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് നമ്മളുടെ ഫൈനായിട്ട് അടയ്ക്കുന്നത്? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 3000, ഓപ്ഷൻ സി 5000, ഓപ്ഷൻ ഡി 10000. എത്രയാണ് ആൻസർ വരിക? 5000 രൂപയാണ് അല്ലേ. 5000 രൂപയാണ് അവിടെ ആൻസർ വരിക എന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, 5000 രൂപയാണ്. അടുത്ത ഡാഷ് ഷാൾ ഗീവ് ലോൺ ടു നോൺ മെമ്പേഴ്സ് ഓൾസോ. അതായത് നമുക്കറിയാം, ഏതൊരു സംഘമാണെങ്കിലും അവരുടെ അംഗങ്ങൾക്ക് മാത്രമേ ലോൺ കൊടുക്കുകയുള്ളൂ അല്ലേ. മെമ്പേഴ്സിന് മാത്രമേ ലോൺ കൊടുക്കുകയുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. എന്നാൽ ഈ താഴെ പറയുന്നതിൽ ആർക്കാണ് നോൺ മെമ്പറിനും ലോൺ കൊടുക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എ പറയുന്നു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി പറയുന്നു റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി പറയുന്നു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദിസ്. ഒരു സംഘത്തിനും, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലാതെ മറ്റൊരു ബാങ്കിനും എന്താണ് നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അർത്ഥം ആൻസർ വരിക നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കാൻ പറ്റുന്ന ഏക സംഘം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഡൺ ബൈ. നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇൻഡസ്ട്രിയൽ സംഘമാണ്, അതിന്റെ ഓഡിറ്റ് ആരാണ് അല്ലെ നടത്തുക? ഓപ്ഷൻ എ പറഞ്ഞു DCA, ഓപ്ഷൻ ബി പറഞ്ഞു ഓഡിറ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് കൺഫ്യൂഷൻ വരാം, കാരണം ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. ഓപ്ഷൻ സി ഓഡിറ്റിംഗ് ഫേം, ഓപ്ഷൻ ഡി ലോക്കൽ ഫണ്ട് ഓഡിറ്റ്. ഒന്നും പേടിക്കേണ്ട, ഓഡിറ്റ് എല്ലാം ആരുടെ ആണെങ്കിലും അവിടെ ഓഡിറ്റ് നടത്തുന്ന ആരാണ്? അത് നമ്മുടെ സ്വന്തം DCA ആണ് കേട്ടോ. ആരാണ്? ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചത്. ദ ഓഡിറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഡൺ ബൈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, DCA എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നല്ല വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തവണ കേസസ് ആക്ട് ആൻഡ് റൂൾസിൽ നിന്ന് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്, CICB ബോർഡ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഇനി നമുക്ക് റൂൾ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അടുത്ത എക്സാം മുതൽ നമ്മൾ റൂൾ അമെൻമെന്റ്, പിന്നെ പരീക്ഷയുടെ മാർക്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇനിയുള്ള ദിവസം നമ്മൾ പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങുക. പല ആൾക്കാരും പരീക്ഷ കഴിഞ്ഞു ബുക്കൊക്കെ കെട്ടിപ്പൊതിഞ്ഞങ്ങ് വെച്ചേക്കുകയാണ്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ലടേ. നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ച് മുൻപോട്ട് പോകണം കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ച് മുൻപോട്ട് പോയെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വിജയം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആണോ? ഒരിക്കലും അല്ല. വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് വിജയിച്ചേ പറ്റൂ. അപ്പം ഇത്രയും നല്ല ഒരു പാക്കേജ്, സാലറിയൊക്കെ ഞാൻ ഒരുപാട് തവണ ക്ലാസ്സസ് പറഞ്ഞിട്ടുള്ളതാണ്. നല്ലൊരു സാലറി പാക്കേജും നല്ല അലവൻസുകളും ലീവുകളും അല്ലേ, നല്ല രീതിയാണ്, നല്ല രസമാണ് സഹകരണ ബാങ്കിലെ ജോലി എന്ന് പറയുന്നത്. പിന്നെയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ക്ലാസ്സസ് ഒക്കെ കണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ പുതിയ ബാച്ചസ് നമ്മൾ റണ്ണിങ് ആണ് അല്ലേ. നല്ല എല്ലാ രീതിയിലും, അതായത് കംപ്ലീറ്റഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് അമെൻമെന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിലാണ് നമ്മൾ ബാച്ചസ് റൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ടീം I+ നിങ്ങളൊപ്പം ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വിജയം വരെ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം നമ്മൾ എന്നും വീഡിയോസൊക്കെ കിട്ടും. നമ്മുടെ ചാനൽസിലൂടെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഫ്രീ ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ടീമിനൊപ്പം നിങ്ങൾ ചേരുക. ഓക്കെ,
താങ്ക് യു.